ഹായ് ആൾ ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമിയുടെ സീറോ ടു ഹീറോ സ്റ്റഡി പ്ലാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന സബ്ജക്റ്റിലെ ഫ്ലോറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായി ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ ഒരു സ്ട്രക്ചറൽ മെമ്പറാണല്ലേ. ഈ ഒരു സ്ട്രക്ചറൽ മെമ്പറിൻ്റെ പർപ്പസ് എന്താണ്? ഫ്ലോറിൻ്റെ മുകളിലുള്ള സ്ട്രക്ചറിൻ്റെ ലോഡിനെ ആ ഫ്ലോർ വഴി സേഫായിട്ട് തൊട്ട് താഴെയുള്ള സ്ട്രക്ചറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, തൊട്ട് താഴെയുള്ള മെമ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലോറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അത് താഴെയുള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷനിലോട്ട്, അതല്ല താഴെയുള്ളത് ബീമാണെങ്കിൽ ആ ബീമിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഫ്ലോറിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫ്ലോറിനെ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് പറയുന്ന പേരാണ് ഫ്ലോറിംഗ് എന്നുള്ളത്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചറൽ മെമ്പറും ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോർ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലിന് പറയുന്ന പേരാണ് ഫ്ലോറിംഗ് എന്നുള്ളത്. Start your civil engineering competitive exam preparation with Gravity Engineers Academy. Our offline classes will be starting soon. Gravity Engineers Academy. Reinforce your career. പല ടൈപ്സ് ഓഫ് ഫ്ലോർസ് നമുക്ക് അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായി ടിമ്പർ ഫ്ലോർ. നമ്മളുടെ സാധാരണ തടി കൊണ്ട് മേക്ക് ചെയ്യുന്ന ഫ്ലോറാണ് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. നമുക്കറിയാം, തടി എന്ന് പറയുന്നത് ഹൈലി കമ്പസ്റ്റബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണല്ലേ, പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ളൂ. അത് കണക്ക് തന്നെ നല്ല വില കൂടിയൊരു മെറ്റീരിയലാണ് തടി എന്ന് പറയുന്നത്, ടിമ്പർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് അത്ര പെട്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ, ഇപ്പോൾ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസിങ്ങിന് വേണ്ടി അത്രയും ക്വാണ്ടിറ്റിയിൽ ആ ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അവൈലബിൾ ആവുന്നുള്ളതും വലിയ പാടുള്ള കേസാണ്. അതുപോലെ തന്നെ അത് അത്രത്തോളം ഡ്യൂറബിൾ അല്ല. അത് കണക്ക് തന്നെ ഈ ഡ്യൂറബിൾ അല്ല എന്നുള്ള പറയാനുള്ള കാര്യം എന്താണ്? കാര്യം ടെർമൈറ്റ്സ് കാരണവും ഈ മോയ്സ്ചർ കാരണവും ഒക്കെ എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മോയ്സ്ചറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു DPC, അതായത് ഡാം പ്രൂഫ് കോഴ്സ് എന്തായാലും പ്രൊവൈഡ് ചെയ്തേ പോകും. അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ എന്തിനുണ്ട്? ഈ പറയുന്ന ടിമ്പർ ഫ്ലോറിനുണ്ട്. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ടിമ്പർ ഫ്ലോറിന് പോയേ ഒക്കത്തുള്ളൂ. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ടിമ്പർ ഫ്ലോറിൽ ആദ്യത്തെ ടൈപ്പാണ് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിമ്പർ ഫ്ലോർ. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ സ്റ്റേജിന് വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്ലോറാണ് ഈ ഒരു ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.4 മീറ്റർ എടുത്തുള്ളൂ. 2.4 മീറ്ററോ അതിന് താഴെയോ സ്പാനിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടിമ്പർ ഫ്ലോറാണ് ബേസ്മെൻറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ സ്റ്റേജിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫിഗറിൽ കാണുന്ന പോലെ ആദ്യം ഒരു സ്ലീപ്പർ വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. സ്ലീപ്പർ വാളിൻ്റെ പുറത്ത് നമ്മളൊരു വാൾ പ്ലേറ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ വാൾ പ്ലേറ്റിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടിമ്പർ പീസായ അല്ലെങ്കിൽ ടിമ്പർ മെമ്പറായ ബ്രിഡ്ജിങ് ജോയിസ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഈ ബ്രിഡ്ജിങ് ജോയിസിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്ലോർ ബോർഡ് നമ്മൾ അടുക്കി വയ്ക്കും. ഈ ഫ്ലോർ ബോർഡിൻ്റെ പുറത്ത് നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളവിടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. സ്റ്റേജ് ആണെങ്കിലും പരിപാടികൾ അവതരിപ്പിക്കുന്നതായാലും ഡാൻസ് ആയാലും. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ ചവിട്ടുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ശബ്ദം കേൾക്കാനൊക്കെ അല്ലേ, അത് ആ ടിമ്പർ ഫ്ലോർ അവിടെ പ്രിഫർ ചെയ്ത് ആ ടിമ്പർ ഫ്ലോർ വെച്ച് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതാണ് നമ്മുടെ ബേസ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. ഈ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 2.4 മുതൽ 3.6 വരെയുള്ള സ്പാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉള്ള ഷോർട്ടർ സ്പാനിൽ നമുക്ക് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു റൂമാണ് അവൈലബിൾ എങ്കിൽ ആ റൂമിൽ ഷോർട്ടർ സ്പാനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്രിഡ്ജിങ് ജോയിസ് നമ്മൾ ലേ ചെയ്യും. ഈ ബ്രിഡ്ജിങ് ജോയിസിൻ്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫ്ലോർ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് എന്തിലുള്ളത്? നമ്മുടെ സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിലുള്ളത്. അടുത്തത് ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമ്മൾ ഈ പറഞ്ഞ ഫ്ലോർ ബോർഡ് എന്നുള്ളത് എല്ലാ ടിമ്പർ ഫ്ലോറിനും അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. കാര്യം ആ ഫ്ലോർ ബോർഡിൻ്റെ പുറത്താണ് ആളുകൾ നിൽക്കുന്നത്. നമുക്ക് സാധനങ്ങൾ വയ്ക്കുന്ന എല്ലാ ആളുകൾ നിൽക്കുന്നത് ഈ ഫ്ലോർ ബോർഡിൻ്റെ പുറത്താണ്. ബാക്കിയുള്ള മെമ്പർ എത്രത്തോളം ഉണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് സിംഗിൾ ജോയിസ്റ്റും ഡബിൾ ജോയിസ്റ്റും ട്രിപ്പിൾ ജോയിസ്റ്റും വരുന്നത്. അപ്പോൾ സിംഗിൾ ജോയിസ്റ്റിൽ ഒരു മെമ്പറേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായിരുന്നു? ബ്രിഡ്ജിങ് ജോയിസ്റ്റ്. അതിൻ്റെ പുറത്ത് ഫ്ലോർ ബോർഡ് പ്ലേസ് ചെയ്തു. ഇവിടെ 2 മെമ്പേഴ്സ് ഉണ്ട്. ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിൽ 2 മെമ്പേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ഷോർട്ടർ സ്പാനിൽ ലേ ചെയ്യുന്നത് ഇവിടെ ബൈൻഡേഴ്സ് ആണ്. ബൈൻഡേഴ്സിന് പെർപെൻഡിക്കുലറായിട്ട് ബൈൻഡേഴ്സിന് മുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രിഡ്ജിങ് ജോയിസ്റ്റ് നമ്മൾ ലേ ചെയ്യുന്നത്. ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? ഫ്ലോർ ബോർഡ് ലേ ചെയ്യും. ആ ഒരു തരത്തിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് എന്തിലുള്ളത്? ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിലുള്ളത്. ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3.6 to 7 മീറ്റർ സ്പാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡബിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ടിമ്പർ ഫ്ലോർ ആണ് ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ. ഞാൻ സിംഗിൾ ജോയിസ്റ്റ് ആകുമ്പോൾ അവിടെ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മേളിൽ
ഫ്ലോർ ബോർഡ് വെച്ചു. ഡബിൾ ജോയിസ്റ്റ് വന്നപ്പോൾ അവിടെ ഒരു ബൈൻഡർ ഉണ്ടായിരുന്നു, ബൈൻഡറിന്റെ മേളിൽ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ മേളിൽ ഫ്ലോർ ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പിൾ ജോയിസ്റ്റ് എന്താവും, അവിടെ 3 മെമ്പറും അതിന്റെ മുകളിലായിരിക്കും ഫ്ലോർ ബോർഡ് നമ്മൾ ലേ ചെയ്യുന്നത്. ഇവിടെ ഷോർട്ടർ സ്പാനിൽ നമ്മൾ ലേ ചെയ്യുന്നത് ഗർഡേഴ്സ് എന്ന് പറയുന്ന മെമ്പറാണ്. ഓക്കെ, ഷോർട്ടർ സ്പാനിൽ നമ്മൾ ഗർഡർ എന്ന് പറഞ്ഞ മെമ്പർ ലേ ചെയ്തിട്ട് ആ ഗർഡറിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ലോങ്ങർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഒരു ഗർഡർ ലേ ചെയ്തതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ബ്രിഡ്ജിങ് ജോയിസ്റ്റ് ബൈൻഡേഴ്സ് ലേ ചെയ്യും. ഓക്കെ, ഗർഡറിന് മുകളിൽ ഗർഡറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബൈൻഡേഴ്സ് ലേ ചെയ്യും. ബൈൻഡേഴ്സിന് മുകളിൽ നമ്മൾ ബൈൻഡേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബ്രിഡ്ജിങ് ജോയിസ്റ്റ് ലേ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഗർഡർ ഷോർട്ടർ സ്പാനിൽ ഗർഡർ ലേ ചെയ്തു. ആ ഷോർട്ടർ സ്പാനിന് അതായത് ഗർഡറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഗർഡറിന്റെ മുകളിൽ ബൈൻഡർ ലേ ചെയ്തു. ബൈൻഡറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ബൈൻഡറിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ബ്രിഡ്ജിങ് ജോയിസ്റ്റ് ലേ ചെയ്തു. ഈ ബ്രിഡ്ജിങ് ജോയിസ്റ്റിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്ലോർ ബോർഡ് ലേ ചെയ്യുന്നത്. ഈ ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റാണ് എന്തിനുള്ളത്, നമ്മുടെ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിനുള്ളത്. ഇവിടെ നമ്മൾ 7.5 മീറ്ററിൽ കൂടുതലുള്ള സ്പാനൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ട്രിപ്പിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോമ്പോസിറ്റ് ഫ്ലോർ. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു മെറ്റീരിയലാണ് ടിമ്പർ. അതിനെപ്പറ്റിയാണ് 4 ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി പല 2, 3, 1, 2 മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം, ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്, നമ്മുടെ കോമ്പോസിറ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ള ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോർ ആണ്. ഓക്കെ, ഫ്ലാഗ് സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം കനം ഉള്ള ഒരു സ്ലാബ്, സ്റ്റോണിന്റെ സ്ലാബിന് പറയുന്ന പേരാണ് എന്ത്, ഫ്ലാഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഐ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഐ സെക്ഷന്റെ മുകളിലും താഴെയുമായിട്ടുള്ള ഈ ഒരു സ്റ്റോൺ സ്ലാബ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്തിനുള്ളത്, നമ്മുടെ ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോറിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മളൊരു 40 mm തിക്നെസ്സിലുള്ളൊരു ഫ്ലാഗ് സ്റ്റോൺ ഉണ്ട്, ഒരു സ്റ്റോണിന്റെ സ്ലാബ് ഉണ്ട്. ഐ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ഇതിന്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലാഗ് സ്റ്റോൺസ് പ്രൊവൈഡ് ചെയ്യും. ആ തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ് എന്തിനുള്ളത്, ഡബിൾ ഫ്ലാഗ് സ്റ്റോൺ ഫ്ലോറിലുള്ളത്. ഈ ഒരു ഫ്ലാഗ് സ്റ്റോണിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും, എർത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്യും. ആ ഒരു ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് ഇതിൽ നടക്കുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് കോമ്പോസിറ്റ് ഫ്ലോർ ആണ് ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഐ സെക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ഫ്ലോറിൽ വരുന്ന ലോഡെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു ഐ സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഈ ഐ സെക്ഷന്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് വെച്ച് ഫില്ല് ചെയ്യും. ഈ കോൺക്രീറ്റിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐ സെക്ഷനെ പ്രോപ്പറായിട്ട് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ഈ ഐ സെക്ഷന് പ്രോപ്പറായിട്ടുള്ള കവറിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ എന്തുള്ളൂ, ഈ ഒരു കോൺക്രീറ്റിന്റെ പർപ്പസ് ഉള്ളൂ. ഇവിടെ വരുന്ന ലോഡെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഐ സെക്ഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതേ കണക്ക് നമ്മൾ ഇതിന് മുന്നത്തെ സെക്ഷനിൽ, അതായത് ഫൗണ്ടേഷൻ്റെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ്റെ കേസ് പറഞ്ഞായിരുന്നു. അതായത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ വളരെ ഹെവി ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ പോകുന്നതെന്ന് പറഞ്ഞു. ആ ഗ്രില്ലേജ് ഫൗണ്ടേഷനിലും ആ ഒരു ലോഡെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്ന ഏത് വഴിയാണ്, ഐ സെക്ഷൻ വഴിയാണ്. ഐ സെക്ഷൻ ചുറ്റും നമ്മൾ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുമെങ്കിലും ആ ഒരു കോൺക്രീറ്റിന്റെ പർപ്പസ് എന്താണ്, നമുക്ക് ഈ ഒരു ഐ സെക്ഷന് പ്രോപ്പറായിട്ടുള്ള കവറിങ് പ്രൊവൈഡ് ചെയ്യുക, അത് കണക്ക് തന്നെ ഐ സെക്ഷനെ ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. അതേ അറേഞ്ച്മെന്റ് ആണ് എന്തിലുള്ളത്, നമ്മുടെ ഈ ഒരു ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോറിലുള്ളത്. ഇവിടെ ഈ ഒരു ഐ സെക്ഷനാണ് ടെൻഷനും കംപ്രഷനും എല്ലാം എടുക്കുന്നത്. ബാക്കി ഈ സിമെന്റിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സെക്ഷനെ പ്രോപ്പറായിട്ട് ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുകയും ആ ഐ സെക്ഷന് കവറിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫില്ലർ ജോയിസ്റ്റ് ഫ്ലോറിൽ കോൺക്രീറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് എന്ത്, ജാക്ക് ആർച്ച് ഫ്ലോർ എന്ന് പറയുന്നത്. ജാക്ക് ആർച്ച് ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർച്ചിന് മുകളിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് എന്ത്, ജാക്ക് ആർച്ച് ഫ്ലോർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ നമുക്കൊരു ആർച്ച് ഉണ്ടെങ്കിൽ ആ ആർച്ചിന് മുകളിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോർ ആണ് എന്ത്, ജാക്ക് ആർച്ച് ഫ്ലോർ. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർച്ചിന്റെ ക്രൗൺ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷൻ മുതൽ ഫ്ലോറിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് 100 mm ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രത്യേകത എന്തിനുണ്ട്, ജാക്ക് ആർച്ച് ഫ്ലോറിനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ജാക്ക് ആർച്ച് ഫ്ലോറിൽ ഡെപ്ത് ഓഫ് ക്രൗൺ എത്രയാണ്, എത്രയാണ് 100 mm അല്ലെങ്കിൽ 10 cm ആണ്. പിന്നെ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള RCC ഫ്ലോർ, അത് നമുക്കറിയാമല്ലേ, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സിമെന്റ് ഫ്ലോർ ആണ് എന്ത്, RCC ഫ്ലോർ എന്ന് പറയുന്നത്. അത് നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോർ ആണ് എന്ത്, കോമ്പോസിറ്റ് ഫ്ലോർ ആണ് RCC ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഫ്ലോറിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്ലോറിംഗ് എന്താണെന്ന് പറഞ്ഞു, നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടി, അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫ്ലോറിൻ്റെ മുകളിൽ നമ്മൾ പറയുന്ന കവറാണ് എന്ത്, ഫ്ലോറിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആദ്യമായി അസ്വാൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്വാൾട്ട് അവൈലബിൾ ആവുന്നത് എങ്ങനെയാണ്, നമ്മുടെ പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷൻഡ് ഡിസ്റ്റിലേഷൻ വഴിയാണ് എന്ത്, നമുക്ക് അസ്വാൾട്ട് അവൈലബിൾ ഉള്ളത് അല്ലേ. അതായത് നമ്മുടെ ടാർ എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ അസ്വാൾട്ട് എന്ന് പറയുന്നത്. ഈ അസ്വാൾട്ട് ഫ്ലോറിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡസ്റ്റ്ലെസ്സും ജോയിൻലെസ്സും ആണ്. ഇപ്പോൾ നമ്മൾ ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും ജോയിൻറ്റ് കാണാൻ പോലെ ഒറ്റ സെക്ടറായിട്ട്, ഒറ്റ സെഗ്മെൻ്റ് ആയിട്ടായിരിക്കും എന്ത് കാണുന്നത്, ഈ ഒരു അസ്വാൾട്ട് ഫ്ലോറിങ് കാണുന്നത്. മാത്രമല്ല അതിൽ പൊടിയൊന്നും കാണത്തില്ല. ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് മെയിനായിട്ടും ഹോസ്പിറ്റൽസ്, സ്കൂൾസ്,
ഓഫീസസ് അതുപോലെ ഷോപ്സ് അതുപോലെ സ്ഥലങ്ങളിലാണ് എന്ത് ഈ ഒരു ആസ്ഫാൾട്ട് ഫ്ലോറിംഗ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, ഒന്നല്ല ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അഗ്ലി കളറും അതുപോലെ തന്നെ ഒരു ബാഡ് ഓർഡറും എന്തിന് കാണും, ഈ ഒരു ആസ്ഫാൾട്ട് ഫ്ലോറിങ്ങിന് കാണും. അടുത്താണ് ബ്രിക്ക് ഫ്ലോറിംഗ്. ബ്രിക്ക് ഫ്ലോറിംഗ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹെവി വെയർ ആൻഡ് ടിയർ വരുന്ന സ്ഥലങ്ങളിലാണ് എന്ത് ബ്രിക്ക് ഫ്ലോറിംഗ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറ്. ഓക്കെ, അതായത് നല്ല രീതിയിൽ തേയ്മാനവും ഒരുപാട് ലോഡെല്ലാം വരുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു ബ്രിക്ക് ഫ്ലോറിംഗ് പോകുന്നത്. നമുക്ക് ഈ ഒരു ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ജോയിൻസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്ലോർ ആണ് എന്ത് ഈ ഒരു ബ്രിക്ക് ഫ്ലോർ എന്ന് പറയുന്നത്. മാത്രമല്ല ബ്രിക്കിന് പ്രത്യേകിച്ച് കവറിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ എന്ത് ചെയ്യും ഈ ഒരു ബ്രിക്സ് അബ്സോർബ് ചെയ്യും. ആ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തിനുണ്ട്, ഈ ഒരു ബ്രിക്ക് ഫ്ലോറിനുണ്ട്. മാത്രമല്ല ബ്രിക്കിന് എന്ത് ചെയ്യണം, അതുവഴി മൂവ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗണ്ടും എന്ത് ചെയ്യും ഈ ഒരു ബ്രിക്ക് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തന്നെ ഈ ഒരു എസ്തെറ്റിക്കൽ അപ്പിയറൻസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ബ്രിക്ക് ഫ്ലോറിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല. ഈ പറഞ്ഞ കണക്ക് ഹെവി വെയർ ആൻഡ് ടിയർ വരുന്നത്, അതായത് ഫാക്ടറീസ്, ഗോഡൗൺസ് പോലുള്ള സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബ്രിക്ക് ഫ്ലോറിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് കോൺക്രീറ്റ് ഫ്ലോറിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോർ ചെയ്യുന്നത്. അതിന് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മിക്സിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2:4 ആണ്. അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറൗണ്ട് 40 mm തിക്നെസ്സാണ് നമ്മൾ ചെയ്യുന്നത് കോൺക്രീറ്റ് ഫ്ലോറിങ്ങിന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു മെറ്റീരിയലാണ് കോർക്ക് എന്ന് പറയുന്നത്. ഓക്ക് ട്രീയുടെ ബാർക്കിന് പറയുന്ന പേരാണ് എന്ത്, കോർക്ക് എന്നുള്ളത്. ഓക്കെ, ഓക്ക് ട്രീയുടെ ബാർക്കിന് പറയുന്ന പേരാണ് കോർക്ക് എന്നുള്ളത്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ചർച്ചസ്, ടെമ്പിൾസ്, മ്യൂസിയം, ആർട്ട് ഗാലറി അതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ, അതായത് മ്യൂസിയം, ആർട്ട് ഗാലറി, ചർച്ചസ്, അവിടെയൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്ന് വെച്ചാൽ വളരെ നിശബ്ദമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ, സൗണ്ട് ഒന്നും ജനറേറ്റ് ചെയ്തില്ല. ആ ഒരു പ്രത്യേകത എന്തിനുണ്ട്, കോർക്കിനുണ്ട്. അതായത് വളരെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്ത് നമ്മുടെ ഈ കോർക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല നോൺ സ്ലിപ്പറി ആയിട്ടുള്ളൊരു മെറ്റീരിയലുമാണ് എന്ത് കോർക്ക് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ലിനോളിയം. ലിനോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻസീഡ് ഓയിലിൻ്റെയും ഗമ്മിൻ്റെയും റെസിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് എന്ത് ലിനോളിയം എന്ന് പറയുന്നത്. ഇത് തിൻ ഷീറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ ഒരുപാട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബാത്റൂം, കിച്ചൺ അതുപോലുള്ള ഏരിയകളിൽ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല, ലിനോളിയം ഫ്ലോറിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഒക്കത്തില്ല. അടുത്ത മെറ്റീരിയലാണ് മാഗ്നസൈറ്റ്. അതിനെ കോമ്പോസിഷൻ ഫ്ലോർ എന്ന് പറയാറുണ്ട്, ജോയിൻലെസ് ഫ്ലോർ എന്ന് പറയാറുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗ്നീഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ ചില കളറിംഗ് പിഗ്മെൻറ്റും കുറച്ച് ഇനേർട്ട് മെറ്റീരിയലിൻ്റെ മിക്സാണ് എന്ത് മാഗ്നസൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലോറിങ് നമ്മൾ ഈ ഡ്രൈ മിക്സറായിട്ട് അവൈലബിൾ ആണ്. ഇത് ഡ്രൈ മിക്സറാണ്, വെറ്റല്ല, ഡ്രൈ മിക്സറാണ്. ഡ്രൈ മിക്സർ ഓഫ് മെഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് കളറിംഗ് പിഗ്മെൻറ്റ് പ്ലസ് ഇനേർട്ട് മെറ്റീരിയൽ. ഇത് ഡ്രൈ മിക്സറായിട്ട് നമ്മൾ ലേ ചെയ്തിട്ട് ഇടിച്ചുറപ്പിക്കുകയാണ് എന്തിന് ചെയ്യുന്നത്, ഈ ഒരു മാഗ്നസൈറ്റ് ഫ്ലോറിങ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഫ്ലോറിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. അടുത്തൊരു ടൈപ്പ് ഓഫ് ആണ് മാർബിൾ. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു മെറ്റാമോർഫിക് റോക്കാണ് മാർബിൾ എന്ന് പറയുന്നത്. പല സ്ലാബ്സ്, പല ഡയമെൻഷനിൽ നമുക്ക് എന്താണ് ഈ ഒരു മാർബിൾ അവൈലബിൾ ആണ്. അത് കണക്ക് തന്നെയാണ് ഗ്രാനൈറ്റിൻ്റെ കേസ്. ഗ്രാനൈറ്റ് ഇഗ്നിയസ്, കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇഗ്നിയസിൽ പ്ലൂട്ടോണിക് റോക്കാണ് അത് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഇതും പല സൈസിലും ഡയമെൻഷനിലും നമുക്ക് എന്ത് ചെയ്യും അവൈലബിൾ ആണ്. അത് സ്ലാബായിട്ട് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം ഫ്ലോറിങ്ങിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യാറാണ് പതിവ്. അടുത്തൊരു മെറ്റീരിയലാണ് മൂറം എന്ന് പറയുന്നത്. സിലീഷ്യസ് റോക്ക് പൊടിഞ്ഞ് കിട്ടുന്നതാണ് എന്താണെന്ന് പറയുന്നത് മൂറം എന്ന് പറയുന്നത്. ഇത് വളരെ ചീപ്പായിട്ടുള്ള ഫ്ലോറിംഗ് ആണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യാറ്. നമ്മളിത് ലേ ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ മെഷീൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടാമ്പേഴ്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഇത് ടാമ്പ് ചെയ്ത് അടിച്ചുറപ്പിക്കുകയാണ് എന്ത് ഈ ഒരു മൂറം ഫ്ലോറിങ്ങിൽ നമ്മൾ ചെയ്യാറ്. അടുത്തൊരു മെറ്റീരിയലാണ് മഡ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്ലോറിംഗ് ആണ് മഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അതായത് ചെളിയും കൗഡങ്ങും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു മഡ് ഫ്ലോറിംഗ് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മഡും കൗഡും കൂടെ മിക്സ് ചെയ്യണമെങ്കിൽ നോർമലായിട്ട് അതിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊപ്പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:2 to 1:3 എന്നുള്ള റേറ്റിലാണ് നമ്മൾ ഒരു റേഷ്യോയിലാണ് നമ്മൾ മഡും കൗഡും കൂടെ മിക്സ് ചെയ്യാറ്. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് നമുക്കറിയാം വളരെ ഡ്യൂറബിൾ ആയിട്ട് വളരെ നല്ല ലൈഫ് സ്പാനുള്ളൊരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക് എന്നല്ലേ. നമ്മൾ പ്ലാസ്റ്റിക് പുറത്തെറിയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോറിങ്ങിന് ആ ഒരു പ്രത്യേകത ഉണ്ട്. നല്ല ലൈഫ് സ്പാനുള്ള ഒരു മെറ്റീരിയലാണ് എന്ത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ജനറേറ്റ് ചെയ്യാനും എന്തിനെ കൊണ്ട് പറ്റും, പ്ലാസ്റ്റിക് ഫ്ലോറിങ്ങിനെ കൊണ്ട് പറ്റും. അടുത്ത മെറ്റീരിയലാണ് റബ്ബർ. റബ്ബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റബ്ബറിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന തട്ടുന്ന സമയത്ത് വളരെ കുറച്ച് സൗണ്ട് മാത്രമേ അത് ജനറേറ്റ് ചെയ്യത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ സൗണ്ട് പ്രൂഫും വളരെ സോഫ്റ്റും ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത് റബ്ബർ എന്ന് പറഞ്ഞാൽ. പിന്നെ അത്യാവശ്യം വാംനെസ്സും എന്ത് ചെയ്യും, ഈ ഒരു ഫ്ലോർ പ്രൊവൈഡ് ചെയ്യും. ആ ഒരു പ്രത്യേകത എന്തിനുണ്ട്, റബ്ബർ ഫ്ലോറിങ്ങിനുണ്ട്. അടുത്തൊരു മെറ്റീരിയലാണ് സ്റ്റോൺ. സ്റ്റോൺസ് ഫ്ലോറിംഗ് ആയിട്ട് പല സ്ഥലങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോൺസിൻ്റെ സാധാരണ സൈസ് എന്ന് പറഞ്ഞാൽ 300 by 300 mm സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മുതൽ 400 mm വരെ തിക്നെസ്സിൽ എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റോൺ സ്ലാബ്സ് അവൈലബിൾ ആണ്. അത് നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും.
അടുത്തൊരു മെറ്റീരിയലാണ് ടെറാസോ. ടെറാസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർബിൾ ചിപ്സിനെ നമ്മൾ സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലോറിംഗ് ആണ് എന്ത് നമ്മുടെ ടെറാസോ എന്ന് പറയുന്നത്. നമ്മൾ ഈ മൊസൈക്ക് എന്നൊക്കെ കേട്ടില്ലേ, അതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത് ഈ ടെറാസോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർബിളും ഈ സിമെൻറ്റോടെ മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പ് സർഫസ് എന്ത് ചെയ്യും, പോളിഷ് ചെയ്തെടുക്കുന്നതാണ് ടെറാസോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റിൻ്റെ മോട്ടാർ റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1:3 റേഷ്യോയിലാണ് എന്ത് ടെറാസോയിൽ നമ്മൾ സിമെൻറ്റ് മോട്ടാർ മിക്സ് ചെയ്തെടുക്കുന്നത്. അടുത്ത മെറ്റീരിയലാണ് ടൈൽസ്. നമുക്കറിയാമല്ലേ, വെർട്ടിഫൈഡ് ടൈൽസ് എന്ന് വെച്ച് പല രൂപത്തിലും പല ഡിസൈനിലും പല കളറിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വെർട്ടിഫൈഡ് എന്നുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഗ്ലാസി ലൈക്ക് അപ്പിയറൻസിന് പറയുന്ന പേരാണെന്ത് വെർട്ടിഫൈഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേരിയസ് സൈസിൽ പല സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പല സൈസിലും ഈ പറഞ്ഞ പല ഗ്രേഡിയൻറ്റിലും പല കളറിലും ഒക്കെ എന്താണ് ടൈൽസ് അവൈലബിൾ ആണ്. അടുത്തൊരു ഫ്ലോറിംഗ് മെറ്റീരിയലാണ് ടിമ്പർ. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്ത് ഈ ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. മാത്രമല്ല അത് ഫയർ റെസിസ്റ്റൻ്റ് അല്ല. നേരത്തെ നമ്മൾ ടിമ്പർ ഫ്ലോറിൽ പറഞ്ഞ അതേ ഡിസഡ്വാൻറ്റേജസ് എന്തിനുണ്ട്, ഈ ടിമ്പർ ഒരു ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഉണ്ട്. അതായത് ഫയർ റെസിസ്റ്റൻ്റ് അല്ല, ഡ്യൂറബിളും അല്ല, അതുപോലെ തന്നെ എന്താണ് കോസ്റ്റ്ലിയും വളരെ അവൈലബിലിറ്റി വളരെ കുറഞ്ഞതായിട്ടുള്ളൊരു മെറ്റീരിയലാണ് എന്ത് ടിമ്പർ ഫ്ലോർ എന്ന് പറയുന്നത്. ഇനിയും പല ടിമ്പർ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഗ്ലാസ് ഒരു ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് വരാറുണ്ട്. ചില ബ്രിഡ്ജസുകളിൽ, ചില ബിൽഡിങ്സിൻ്റെ ബാൽക്കണികളിൽ അവിടെയൊക്കെ എന്താണ് ഗ്ലാസ് ഒരു ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ പുതിയതായിട്ട് ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. നമുക്ക് അത്രയ്ക്കും ഒരു ഡീപ്പായിട്ട് പോകണ്ട. ഇതാണ് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോറിംഗ് മെറ്റീരിയൽസ്.